ഈ വേദിയിലിരിക്കുന്ന ബഹുമാനായ കൗൺസിലർ ശ്രീ ടി രതീഷ്, ശ്രീ പി എം വി പണിക്കർ, ശ്രീ കുമാർ, സാഹിത്യകാരൻ സുധീരൻ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഡെപ്യൂട്ടി മേയർക്ക് ഒരുപാട് പരിപാടികൾ, പ്രത്യേകിച്ച് മേയർ പങ്കെടുക്കേണ്ട ഒട്ടേറെ പരിപാടികൾ നടക്കുന്നതിനാലാണ് അദ്ദേഹം സവിസ്തരം ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഒരുപാട് ഫോൺ വിളികൾ വരുന്നതിൻ്റെ ഭാഗമായി പല സ്ഥലത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കൗൺസിലിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നൊരു ഘട്ടമാണ്. ഒട്ടേറെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാറുണ്ട്, ഒട്ടേറെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. അതെല്ലാം ഏകദേശം ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഇലക്ഷൻ ഡിക്ലറേഷനിലേക്ക് പോവുകയാണ്. അത് ആ ഡിക്ലറേഷൻ വന്നാൽ പിന്നീട് ഒരു പൊതുപരിപാടിയും നടത്താൻ കഴിയും. അതുകൊണ്ട് വിവിധ വാർഡുകളിൽ കൗൺസിലർമാർ നിർബന്ധത്തിന് വിധേയമായി പരിപാടികളുണ്ട്. അല്ലാതെയും ഒരുപാട് പരിപാടികൾ നഗരത്തിൽ നടക്കുകയാണ്. അതിലെല്ലാം മേയർ ഏറ്റെടുത്ത പരിപാടിയുണ്ട്, ഡെപ്യൂട്ടി മേയർ ഏറ്റെടുത്ത പരിപാടികളുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഏറ്റെടുത്ത പരിപാടികളുണ്ട്. ഈ പരിപാടികളൊക്കെ ഒന്നിച്ച് നടക്കേണ്ടതാണ്. ദുർഭാഗ്യവശാൽ ഈ സമയക്കുറവും പ്രത്യേകിച്ചും മേയറുടെ അസുഖം കാരണം അവർ പങ്കെടുക്കേണ്ട പരിപാടികളടക്കം ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. ഇവിടെ ഇന്ന് നമ്മളെല്ലാം സമ്മേളിച്ചത് ഒരു സന്തോഷകരമായ ഒരു കാര്യത്തിലാണ്. SK സാംസ്കാരിക കേന്ദ്രത്തിൽ ഒരു ലിഫ്റ്റ് സ്ഥാപിച്ച് അതിൻ്റെ ഉദ്ഘാടന കാര്യമാണ് ഇവിടെ നിർവഹിച്ചത്. ഇത് SK സാംസ്കാരിക കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ട കാര്യമല്ല. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഈ ഹാളിൽ തന്നെ SK പൊറ്റക്കാടുമായി ബന്ധപ്പെട്ടൊരു സാഹിത്യ പരിപാടി നടത്തി. ആ പരിപാടി വൈശാഖൻ എന്ന് പറയുന്നൊരു സാഹിത്യകാരൻ, നമ്മളെല്ലാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരവോടെ കാണുന്ന വൈശാഖൻ, അദ്ദേഹം അന്ന് പങ്കെടുത്ത മേയറോടും ഇവിടെ ഇരിക്കുന്ന സദസ്സിനോടും ആവശ്യപ്പെട്ടു, എന്നെപ്പോലുള്ള പ്രായമുള്ള ആൾക്ക് ഈ സ്റ്റെപ്പ് കയറി വരാൻ കഴിയാത്തത് മേയർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് എങ്ങനെ കയറി വരാൻ കഴിയും? ഒരു ലിഫ്റ്റൊക്കെ ആവുന്ന കാലഘട്ടമല്ലേ മേയർ? എന്തുകൊണ്ട് മേയർ ഇത് ശ്രദ്ധിക്കുന്നില്ല? ഉടനെ മേയർ പറഞ്ഞു, ഞങ്ങളത് പരിഗണിക്കുന്നു. ഞാൻ അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു, പ്രായമായവരുടെ കാര്യം നോക്കുന്ന ആള് ദിവാകരനാണ്. ദിവാകരനെ ഞാൻ ഇപ്പോൾ ഏൽപ്പിക്കുന്നു, ലിഫ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ സ്ഥാപിക്കേണ്ടതാണ്. അവിടെ നിന്നാണ് ലിഫ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2023-24 പദ്ധതി ലിഫ്റ്റ് വയോജനങ്ങൾക്കായി സാംസ്കാരിക കേന്ദ്രത്തിൽ സ്ഥാപിക്കാനുള്ള തീരുമാനം കോർപ്പറേഷൻ കൈക്കൊണ്ടു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് ലിഫ്റ്റിൻ്റെ പണി പൂർത്തീകരിച്ച് നമ്മളെല്ലാം ലിഫ്റ്റിൽ കയറി ഈ 3-ാം നിലയിലെത്തിയത്. ഇതൊരു ചരിത്ര പശ്ചാത്തലം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ വൈശാഖനോട് നമ്മൾ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം, സാഹിത്യ രംഗത്ത് ഒരു സാഹിത്യ ലോകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരാൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടാൽ അതിൽ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം കോർപ്പറേഷൻ അങ്ങനെ ഒരു ചിന്താഗതിയില്ല. സാഹിത്യ നഗരമാണ്, സാംസ്കാരിക കേന്ദ്രമാണ്. സ്വാഭാവികമായും വൈശാഖനെപ്പോലുള്ള ഒരാൾ അപേക്ഷിച്ചാൽ അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടാൽ അത് അംഗീകരിക്കുക എന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചോളം തീരുമാനമായി വന്നു. അങ്ങനെയാണ് 30 ലക്ഷം രൂപ ചെലവഴിച്ച് SK സാംസ്കാരിക കേന്ദ്രത്തിൽ നമ്മൾ ലിഫ്റ്റ് സ്ഥാപിച്ചു. അതിന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മളെല്ലാം സന്തോഷവാന്മാരാണ്. SK സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ കാര്യമൊക്കെ നമ്മളെ കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു.
കോഴിക്കോട് നഗരത്തിൽ സാംസ്കാരിക മേഖല ശക്തിപ്പെട്ടു വരികയാണ്. സാംസ്കാരിക കേന്ദ്രങ്ങളും സാംസ്കാരിക നിലയങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഏറ്റവും ശക്തമായി നടത്തുന്ന ഒരു നഗരമാണ് കോഴിക്കോട്. ആ കോഴിക്കോട് 2 അന്തർദേശീയ സംവിധാനം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലൊന്ന് സാഹിത്യ നഗര പദ്ധതി യുനെസ്കോ. അത് ഈ കൗൺസിലിൻ്റെ കാലത്താണ് നമുക്ക് ലഭ്യമായത്. അപ്പോൾ സ്വാഭാവികമായും സാംസ്കാരിക സാഹിത്യ പ്രവർത്തനം ഒരു പ്രധാന ഘടകമാണ്. രണ്ടാമത്തെ അന്തർദേശീയ അംഗീകാരം എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഏജ് ഫ്രണ്ട്ലി സിറ്റി. എല്ലാ പ്രായക്കാരെയും ഒന്നിച്ചു കൊണ്ടുപോയി ഒരു സൗഹൃദ നഗരം. ഈ 2 പദവിക്കും കോഴിക്കോട് നഗരം അർഹമായിരിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അംഗീകാരമല്ല, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ അംഗീകാരമല്ല, അന്തർദേശീയമായ അംഗീകാരമായി, ഒരു വേൾഡ് അംഗീകാരമായി കോഴിക്കോട് നഗരത്തെ അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നിസ്സാരമായ കാര്യമല്ല. ഒരു സാഹിത്യ നഗരത്തിൽ നാം ജീവിക്കുന്നു, ഒരു ഏജ് ഫ്രണ്ട്ലി സിറ്റിയിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് ഒരു മനുഷ്യന് കിട്ടാവുന്ന വലിയ അനുഗ്രഹമാണ്. ഒരു നഗരവാസിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം. ആ അംഗീകാരത്തിന് വിധേയമായിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായി എന്താണ് ഏജ് ഫ്രണ്ട്ലി സിറ്റി? എല്ലാ പ്രായക്കാരെയും ഒന്നിച്ചു കാണുകയും അവരുടെ മേഖലയെല്ലാം ശക്തിപ്പെടുത്തുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അവർക്ക് ജീവിക്കാനുള്ള ഇടമായി നഗരത്തെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ഇടമായിക്കൊണ്ടാണ് കോഴിക്കോട് നഗരത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണ്ടത്. അതിന് നമ്മുടെ പ്രവർത്തനം എന്തായിരുന്നു? അതിലേറ്റവും പ്രധാനമായി ഏജ് ഫ്രണ്ടിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനം വയോജന മേഖലയിലുള്ള പ്രവർത്തനമാണ്. ആരും ശ്രദ്ധിക്കാറില്ല വയോജനങ്ങൾ. മുത്തച്ഛനായാൽ മുത്തശ്ശിയായാൽ അമ്മയ്ക്ക് പ്രായമായാൽ അച്ഛന് പ്രായമായാൽ മക്കൾക്ക് പഴയതുപോലെ ഒരു സ്നേഹം കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അച്ഛനെയും അമ്മയൊക്കെ നോക്കാൻ സമൂഹമുണ്ട്. ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ ആൾക്കാർ എന്നെ മോശമായി കാണും എന്നൊരു സന്ദേശം പുതുതലമുറയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കോഴിക്കോട് നഗരം വയോജന മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പകൽ വീടുകൾ കോഴിക്കോട് ഒരു പട്ടണത്തിലും ഇല്ലാത്തതുപോലെയാണ് പകൽ സമയത്ത് ഡേ കെയർ, പ്രായമുള്ളവരുടെ വിരസത ഒഴിവാക്കാൻ അവിടെ പാട്ടുപാടി കഥ പറഞ്ഞ് നൃത്തം ചെയ്ത് ആഘോഷത്തോടു കൂടി ഒരു ദിവസം പകൽ സമയം ചെലവഴിക്കാനുള്ള ഇടം പകൽ വീടുകൾ. ഈ കൗൺസിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരു പകൽ വീടും ഉണ്ടായിരുന്നില്ല. ഇന്നലെ 16ാമത്തെ പകൽ വീടിൻ്റെ തറക്കൽ നല്ലടത്ത് ഞാൻ പോയി ചെയ്തു. അങ്ങനെ 16 പകൽ വീടുകളിലേക്ക് ഈ 5 വർഷം കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ട് പോയി. കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു. ശിശു സൗഹൃദ നഗരമാണ്. 543 അംഗനവാടികൾ, അതിന് 300 അംഗനവാടികൾക്ക് ഈ കൗൺസിലിൻ്റെ കാലത്ത് മുഴുവൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് 27ാം വാർഡിൽ വിനീഷിൻ്റെ വാർഡിൽ ഒരു അംഗനവാടിക്ക് 25 ലക്ഷം രൂപ കോർപ്പറേഷൻ അനുവദിച്ച് അതിൻ്റെ ശിലാസ്ഥാപനം നടന്നുണ്ടല്ലേ നടത്തുന്നത്. അപ്പോൾ കോർപ്പറേഷൻ 75 വാർഡുകൾ, ഇപ്പോൾ 76ആണ്, ഒരു വാർഡ് കൂടെ കൂടി 75 വാർഡുകളിൽ ശിശു സൗഹൃദ സംവിധാനമാക്കാനുള്ള അംഗനവാടികളെ സ്മാർട്ടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ബാക്കിയുള്ള 254 അംഗനവാടികളാണ് ഇപ്പോൾ വാടക കെട്ടിടത്തുള്ളത്. 300 അംഗനവാടികൾ സ്വന്തം കെട്ടിടത്തിൽ ആക്കാൻ നമുക്ക്. കൗമാരപ്രായമായ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുകയും ആ കൗമാരപ്രായത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയണമെന്നതിനെപ്പറ്റി ബോധവൽക്കരണം നല്ല രീതിയിൽ നടക്കുന്നൊരു നഗരമാണ് കോഴിക്കോട്. യുവാക്കൾക്ക് തൊഴിൽ 10,000 പേർക്കാണ് ഈ നഗരസഭ തൊഴിൽ കൊടുക്കുന്നത്. 1800 സംരംഭങ്ങൾ, അതിലേറ്റവും കൂടുതൽ സ്ത്രീകളാണ് സംരംഭങ്ങൾ ഉണ്ടാക്കിയത്. 1800 സംരംഭങ്ങളിലൂടെ 7500 പേർക്ക് തൊഴിൽ കൊടുത്തു.
അടുത്ത് നടന്ന കല്ലുത്താൻകടവിൽ നടന്ന പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിൽ വെച്ച് ഒരു തൊഴിൽമേള നടത്തി 1600 പേർക്ക് തൊഴിൽ. വിവിധ കമ്പനികളെ വിളിച്ചു വരും, അവരോട് തൊഴിൽ കൊടുക്കാൻ കോർപ്പറേറ്റ് 1600 പേർക്ക് ഏകദേശം 10,000 പേർ യുവാക്കൾക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നൊരു കൗൺസിലായി ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് കഴിയും. യുവാക്കൾ, സ്ത്രീകൾ ഏറ്റവും നല്ല രീതിയിൽ സ്ത്രീ മുന്നേറ്റമുണ്ടാക്കിയ നഗരമാണ് കോഴിക്കോട്. ആ നഗരത്തിൽ നമുക്ക് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ പഴയതുപോലുള്ള സ്ത്രീകളല്ല, സ്ത്രീ ശാക്തീകരണം നല്ല രീതിയിൽ നടന്ന നഗരമാണ് കോഴിക്കോട്. അവർക്ക് വേണ്ട പിന്തുണ കുടുംബശ്രീ വഴി ഏറ്റവും കൂടുതൽ പണം ചെലവിൽ 3 CDSകൾക്ക് 3 CDSനും ISO സർട്ടിഫിക്കറ്റ്, ഗുണമേന്മയുടെ സർട്ടിഫിക്കറ്റ്, ISO സർട്ടിഫിക്കറ്റ് അത് നേടിയെടുക്കാൻ ഈ കൗൺസിലിന് കഴിയും. 77,000 പേർ കുടുംബശ്രീ അംഗങ്ങളായി, 4,000-ലധികം അയൽക്കൂട്ട സമിതികളുണ്ടായി, 75 ADSകൾ. കുടുംബശ്രീയെ ശക്തിപ്പെടുത്തി, സ്ത്രീ ശാക്തീകരണം ശക്തിപ്പെടുത്തി, അവരുടെ സാമൂഹ്യ ശാക്തീകരണം ശക്തിപ്പെടുത്തി, അവരുടെ സാമ്പത്തിക ശാക്തീകരണത്തിലുള്ള തൊഴിൽ സംവിധാനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇങ്ങനെ സ്ത്രീകളുടെ മുന്നേറ്റം പഴയതുപോലെയല്ല, സാമ്പത്തിക ഭദ്രതയ്ക്ക് സ്ത്രീകൾ തൊഴിൽ മേഖലയിൽ കടന്നു വരുന്നൊരു കാലഘട്ടമാണ്. അവരെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്ത്രീ മുന്നേറ്റമുണ്ടാക്കിയ നല്ല നഗരം. വയോജനങ്ങളുടെ കാര്യം ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പകൽ വീടുകൾ കൂടുതൽ വരികയും ഒറ്റപ്പെട്ട മുതിർന്ന പൗരന്മാരെ കുട്ടികളെപ്പോലെ പരിപാലിക്കണമെന്നാണ് തീരുമാനം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് പറഞ്ഞത്, നമ്മളല്ല. കുട്ടികളെപ്പോലെ ബുദ്ധിയും കഴിവും പരിജ്ഞാനവുമുള്ള മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കപ്പെടണം. ആരെയും ഒഴിവാക്കാൻ പാടില്ല. അനാഥരാണെന്ന് ഒഴിവാക്കേണ്ടവരല്ല മുതിർന്നവർ. അവരാണ് ഈ നഗരമുണ്ടാക്കിയത്, അവരാണ് ഈ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയത്, അവരാണ് നമ്മളെ മക്കളെ വളർത്തിയത്, അവരാണ് നമ്മളെയൊക്കെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോയി ഈ നഗരത്തെ ഒരു പരിഷ്കൃത നഗരമാക്കി മാറ്റിയത്. അതുകൊണ്ട് ഈ നഗരത്തിന് ബാധ്യതയുണ്ട് മുതിർന്നവരെ സംരക്ഷിക്കാൻ. ആ മുതിർന്നവരെ സംരക്ഷിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ആദ്യം പറഞ്ഞ കാര്യം. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏറ്റവും ഫ്രണ്ട്ലി സിറ്റിയായി കോഴിക്കോട് നഗരത്തിൽ അംഗീകരിച്ചത്. വളരെ ദുർലഭമായി ലഭിക്കുന്ന അംഗീകാരമാണ്. ആ അംഗീകാരം കൂടെ കിട്ടിയപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ പദവി ഉയർന്നിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ 5 വർഷക്കാലത്തെ കൗൺസിലിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. നല്ല രീതിയിൽ കഴിഞ്ഞ 5 വർഷം എല്ലാ കൗൺസിലർമാരും നന്നായി പ്രവർത്തിച്ചു. ഈ കൗൺസിലിൻ്റെ നേതൃത്വം ആരാധ്യായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ നല്ല സംഘടനാ പാടവത്തോടുകൂടി എല്ലാവരെയും കൂട്ടിയോടി ഒരുപാട് ഇന്ന കൗൺസിലറാണ്, അയാൾ ഇന്ന പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നത് നമുക്ക് നോക്കാറില്ല. എല്ലാ വാർഡുകളും, അതാണ് നഗരം. ഇന്ന റിലീഷിൻ്റെ വാർഡ് അയാൾക്ക് കൊടുക്കണം, അയാൾക്ക് കൊടുക്കണം എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കൗൺസിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ വേണ്ട, അല്ലെങ്കിൽ BJPക്കാർ വേണ്ട, CPM വേണ്ട, അങ്ങനെ ഒരു ചിന്താഗതി ഈ നഗരസഭാ കൗൺസിലിൽ എല്ലാ വാർഡുകളിലും തുല്യമായിട്ട് പദ്ധതി വിഹിതമായാലും ബഡ്ജറ്റ് വിഹിതമായാലും തുല്യമായിട്ടാണ്. അത് ആർക്കും ആക്ഷേപമുണ്ടായി. അങ്ങനെയാണ് വികസനങ്ങൾ നടത്തേണ്ടത്. ഇപ്പോൾ വികസനവും സാംസ്കാരികവും സാഹിത്യപരവും എല്ലാം കൂടെ കൂട്ടിയോജിച്ച് ഈ നഗരത്തെ അത്യുന്നതിയിലെത്തിക്കാനുള്ള ശക്തമായ നടപടികളാണ് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്തുണ്ടായത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സാംസ്കാരിക കേന്ദ്രത്തിൽ ലിഫ്റ്റുണ്ടായി. വൈശാഖനെ നാം വീണ്ടും ഉറക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അർത്ഥത്തിൽ ഈ ലിഫ്റ്റ് ഇവിടെ വരാനുണ്ടായ കാരണം. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. അടുത്തത് ആശംസാ പ്രസംഗത്തിന് വേണ്ടി ശ്രീ T. റിലീസ് ബഹുമാനപ്പെട്ട കൗൺസിലർ ക്ഷണിക്കുന്നു.